നമ്മുടെ ഇടയിൽ ഒരുപാട് രോഗികളുണ്ട്. ഒരുപാട് പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് കിടക്കുന്നവരുണ്ട്. നമ്മുടെയൊക്കെയും കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാകാം ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ രോഗികൾ. ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ചരിത്രങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ആലിമീങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിക ആയാത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് ജീവിതത്തിലേക്ക് അത്ഭുതകരമായി കടന്നു വന്ന ചരിത്രങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ഈ ആധുനിക നൂറ്റാണ്ടിലും. പരിശുദ്ധമായ അസ്മാ ബദർ ചൊല്ലിക്കൊണ്ട് അതുപോലെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ രോഗികൾക്ക്, മാറാവ്യാധികൾ വന്നു പോയവർക്ക്, രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്നവർക്ക്, ഏത് രോഗമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിഫ ആണ് ഖൈർ എങ്കിൽ ആ മനുഷ്യന് ഷിഫ ലഭിക്കുന്ന തരത്തിൽ കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം, അതാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും ഉപകാരമാകും പ്രിയപ്പെട്ടവരെ. രണ്ട് രൂപത്തിലും നമുക്ക് ചൊല്ലാം. നമ്മുടെ രോഗം മാറാനും നമുക്ക് ചൊല്ലാം, മറ്റൊരാളുടെ രോഗം മാറ്റാനും നമുക്ക് ഓതാവുന്നതാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഏതാണ് ആ കാര്യമെന്ന്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്, ഏത് സമയത്താണ് അത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ മുഴുവൻ പാപങ്ങളും റബ്ബ് പുറത്തു തരട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായും ഇല്ലായ്മ ചെയ്തു കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പരീക്ഷണമാണ് രോഗം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള രോഗങ്ങളാണ് ഇന്ന് പുതിയ തലമുറയിൽ നമുക്ക് കാണപ്പെടാൻ കഴിയുന്നത്. പണ്ടൊന്നും ഇല്ലാതിരുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ ഇന്നത്തെ പുതുതലമുറയിൽ നമുക്ക് കാണാം. എന്തൊക്കെ തരത്തിലുള്ള പേരുകളാണ്. പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നു, പുതിയ അണുബാധകൾ കണ്ടുപിടിക്കുന്നു, പുതിയ വൈറസുകൾ കണ്ടുപിടിക്കുന്നു. ഇതൊന്നും പണ്ട് കാലങ്ങളിൽ ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ വലിയൊരു വാസ്തവമാണ്. പലർക്കും ഹാർട്ട് പേഷ്യൻസുകളാണ്. മുമ്പ് കാലങ്ങളിൽ ഇല്ലാതിരുന്നതിനേക്കാൾ എത്രയോ ശതമാനം ഉയർന്നിരിക്കുന്നു ഹാർട്ട് പേഷ്യൻറ്റുകൾ. അതുപോലെ കിഡ്നി തകരാറ് വന്നവർ, അതുപോലെ ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിൽ തേയ്മാനം സംഭവിച്ചു പോയവർ, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള രോഗങ്ങൾ ഇന്ന് പിടിപെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു വാസ്തവമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഞാൻ പറയട്ടെ, ഈ രോഗങ്ങളൊക്കെയും ഷിഫയാക്കി തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈമാനികമായ സമൂഹം. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സമൂഹം. അള്ളാഹുവാണ് രോഗം തരുന്നത് എന്നും അള്ളാഹുവാണ് ആ രോഗത്തെ എടുത്തു മാറ്റാനും കഴിവുള്ളവൻ എന്ന് ഉറച്ച് 100%, അതിൽ 1% പോലും കുറവില്ലാത്ത രൂപത്തിൽ വിശ്വസിച്ചു പോരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിനോട്, ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ, ഈ സമയത്ത് ഇത്ര പ്രാവശ്യം ഈ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ പരിപൂർണമായും പ്രിയപ്പെട്ടവരെ ആ രോഗങ്ങൾ മാറ്റിക്കിട്ടാൻ അള്ളാഹു നമ്മെ സഹായിക്കും. രോഗങ്ങൾ മാറാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. എന്നാലും പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കും. രോഗങ്ങളെ മുക്തിയാക്കാൻ, രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഈ ഒരു കാര്യം സഹായിക്കും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സുബഹി നിസ്കാരം വേണം. സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം വേണം. എങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്താണത് ചെയ്യേണ്ടത്. എപ്പോഴെന്ന് ചോദിച്ചാൽ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിസ്കരിച്ചിട്ട് ആ സുന്നത്ത് നമസ്കാരത്തിന് ശേഷം സുബഹി നമസ്കാരത്തിന് മുമ്പുമായിട്ട് ഇരുന്ന് 41 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിട്ട് സുബഹി ഖളായി പോകാൻ പാടില്ല. സുന്നത്ത് നമസ്കാരം നിർവഹിക്കണം. സുബഹിൻ്റെ ബാങ്ക് കേട്ട ഉടനെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കണം. സുബഹയുടെ മുമ്പുള്ള സുന്നത്ത്. ആ സുന്നത്ത് നമസ്കാരത്തിന് ശേഷം സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു സമയത്ത് 41 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തിട്ട് റബ്ബിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അള്ളാഹു ഷാഫിയാണ്, അള്ളാഹു കാഫിയാണ്, അള്ളാഹു മുആഫിയാണ്. പരിപൂർണമായും പടച്ച റബ്ബ് ഫാത്തിഹത്തുൽ ഖുർആനി ഷിഫ എന്ന് പറയുമ്പോൾ ഫാത്തിഹ എല്ലാ രോഗങ്ങൾക്കും ഷിഫ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ പല രൂപത്തിൽ അറിഞ്ഞിട്ടുള്ളവരാണ്. ഫാത്തിഹയുടെ അത്ഭുതങ്ങൾ ചെറുതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ഫാത്തിഹ 41 പ്രാവശ്യം ഈ സമയത്ത് ചൊല്ലി, നമ്മൾ പറയപ്പെട്ട സമയത്ത് ചൊല്ലിയിട്ട്
അള്ളാഹുവിനോട് ദുആ പരിപൂർണമായും നമ്മുടെ രോഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലർക്കും അങ്ങനെയുള്ള മാരകമായ ഭീകരമായ രോഗങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ അറിവിലുള്ളവർക്ക് വന്നിട്ടുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വന്നിട്ടുണ്ട്, എന്തിനേറെ നമ്മുടെ മാതാപിതാക്കൾക്ക് പോലും വന്നിട്ടുണ്ട്. ആ രോഗങ്ങളൊക്കെയും മാറിക്കിട്ടും പ്രിയപ്പെട്ടവരെ. ഇൻഷാ അള്ളാഹ് ജീവിതത്തിൽ ചെയ്യൂ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ വസിയത്തുകളും കാണുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നുമുണ്ട്. ഇവിടെ സുബഹി നമസ്കാരാനന്തരം നടത്തപ്പെടുന്ന സൂറത്തു യാസീൻ ഓതിയിട്ടുള്ള ദുആയുണ്ട്. അതുപോലെ വ്യാഴാഴ്ച സ്വലാത്തുകൾക്ക് ശേഷമുള്ള ദുആയുണ്ട്. നാരിയത്തു സ്വലാത്തൊക്കെയും പോലെയുള്ള സ്വലാത്തുകൾ ചൊല്ലിയതിനു ശേഷം ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ചൊല്ലിയതിനു ശേഷമുള്ള ദുആയ്ക്ക് ഇജാബത്തുണ്ട് എന്ന് നമുക്കറിയാം. ആ ദുആയിലൊക്കെ നിങ്ങളെയൊക്കെയും ഉൾപ്പെടുത്താറുണ്ട് എന്ന് ഇത്തരണത്തിൽ ബോധ്യപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.